ഇത് വിഷമുള്ള സാധനമല്ല, ഇത് നമ്മളെ കടിക്കത്തൊന്നുമില്ല. ആരാണ് സംഭവം എന്നറിയാമോ? നമ്മൾ ട്രിങ്കിറ്റിൻ്റെ വാവയാണ്. ട്രിങ്കിറ്റിൻ്റെ കുഞ്ഞാണ്. തലയൊക്കെ നീട്ടി കാണിക്കുന്നുണ്ടോ? ഇതിൻ്റെ പുറത്തെ ചെറിയ വരകൾ കണ്ടോ? ഇത് വലുതാകുമ്പോൾ വലിയ വരകളാകുന്നതാണ്. ചെറിയ ചെറിയ വരകൾ കണ്ടോ? തലയൊക്കെ എന്ന് വെച്ച് കാണിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടോ? നൂറിന് വരുന്നു. ട്രിങ്കിറ്റിൻ്റെ തീരെ കുഞ്ഞാണ്. തീരെ കുഞ്ഞാണ് കേട്ടോ. ആൾക്കാർ ഇവനെ വളവളപ്പനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സാധനമാണ്. വളവളപ്പനല്ല. കാണൊക്കെ നമ്മളെ കമ്പയർ ചെയ്താൽ കമ്പയർ ചുറ്റിക്ക് കൂടി നിൽക്കുന്നുണ്ടോ? ട്രിങ്കിറ്റ് ഇത്രയും കുഞ്ഞ് സാധനമാണ്. ഇതിന് വലുതായി വരണം. ഇപ്പോഴത്തേനേ ഉള്ളവൻ ഉറുമ്പിനൊക്കെ പിടിച്ച് തിന്നുന്നില്ല. അവനിങ്ങനെ പറന്ന് പോകാണ്. നമുക്ക് നോക്കി എന്താ ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ജീവിയുടെ വരിച്ചെന്ന് കയറുന്ന സാധനമാണ്. തീരെ കുഞ്ഞ് ഒരു മുഴുത്ത എന്താ പറയുന്ന ഒരു ഇതിൻ്റെ വലിപ്പമേ ഉള്ളൂ. ഇവിടെ മണ്ണിരയുടെ വലിപ്പമേ ഉള്ളൂ. ഒരു വീട്ടിലെ ഇതുപോലെ ഭിത്തിയിൽ ഇവിടെ കയറി മുകളിൽ കയറുന്നതാണ്. പക്ഷെ തീറ്റ ഈ ഉറുമ്പിനൊന്നും പിടിച്ച് തിന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണരയുടെ വലിപ്പമുള്ളൂ. വലുതായിട്ടില്ല, ഒരു കുഞ്ഞാണ്. മൊബൈൽ കണ്ടുകൊണ്ട് മുകളിലോട്ട് പോകുന്ന നോക്കുന്നതാണ്. മണം സ്മെല്ല് പിടിക്കുന്നതാണ്. എന്തായാലും വരയൊക്കെ ഉണ്ട്. ആ വരയൊക്കെ ഇനി വലുതാകുമ്പോൾ വലുതായി വരും വട്ടത്തിൽ. ട്രിങ്കിറ്റിൻ്റെ വാവ ചെറിയ പൊത്തുവഴിയൊക്കെ ഇവനകത്ത് കയറി വരുന്നതാണ്. ചെറിയ വിടവഴിയൊക്കെ. പക്ഷെ കണ്ടുപിടിക്കുക വളരെ അപൂർവമാണിത്. വീട്ടുകാർ കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറും. ടൈലായതുകൊണ്ടാണ് കയറാത്തത്. ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറും. ട്രിങ്കിറ്റിൻ്റെ വാവ. ട്രിങ്കിറ്റിൻ്റെ കുഞ്ഞു വാവ. ഇത് വിഷമുള്ള സാധനമല്ല, ഇത് നമ്മളെ കടിക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ കണ്ടോ? അതിങ്ങനെ കയറി ഇങ്ങനെ ഈ പ്രാണികളെ, പല്ലി, പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ വള കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് വളവളപ്പനാണെന്ന് തോന്നും. പക്ഷേ വളവളപ്പൻ്റെ വള ഇങ്ങനെയല്ല. വളവളപ്പൻ്റെ വള പയറിങ് ആയിരിക്കും. 2 വളകൾ അടുപ്പിച്ചതുകൊണ്ട് ഇതിൻ്റെ വളകളെല്ലാം തുല്യ അകലത്തിലാണ്. വളവളപ്പൻ്റെ വളകൾ അങ്ങനെയല്ല. 2 വള അടുപ്പിച്ചും പിന്നെ 2 വള ഗ്യാപ്പിട്ടുമായിരിക്കും. ഇത് വലുതാകുന്നതാണ്. ചിലത് ഒത്തിരി വലുതാകില്ല, ചിലത് വലുതാകും. തീറ്റ കിട്ടുന്ന പോലെ ഇരിക്കും ഇവരെ വളർച്ച. തലയൊക്കെ ഉണ്ടല്ലേ, വേറെ ഷേപ്പാണ്. നമ്മൾ വിഷമുള്ള പാമ്പിൻ്റെ തലയല്ല വേണ്ടത്. ഇതൊക്കെ കൂടുതലും വല്ല ജീവികളുടെയൊക്കെ ഇരയായി പോകാനാണ് സാധ്യത കൂടുതലും. അങ്ങനെ മുകളിലോട്ട് കയറിയുണ്ടോ? ടൈലിൻ്റെ മുകളിൽ കൂടെ അവനങ്ങനെ മുകളിലോട്ട് കയറി. ഇതിങ്ങനെ നമ്മുടെ വീടിനകത്തൊക്കെ കയറി വരുന്നതാണ്. മുകളിലോട്ടൊക്കെ പാഞ്ഞ് കയറിപ്പോയി. കൂടുതലും പുല്ലും പള്ളിയുള്ളിടത്താണ് അവനെ കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങനെ മുകളിലോട്ടൊക്കെ കയറും. ഇവിടെ വാടാ. ഇത്രയുള്ള അവൻ്റെ വലിപ്പം ഉണ്ടോ? ഇത്രയുള്ള വലിപ്പം.